ഭജൻ ക്ലബിംഗ്, ഭക്തിയുടെ പുത്തൻ താളം. ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു സംഗീത ശൈലി മലയാളി കേൾക്കുന്നത്. പുതുമയെ എപ്പോഴും നെഞ്ചിലേറ്റുന്ന മലയാളിയുടെ മുന്നിലേക്ക് പഴമയുടെ ഭക്തിസാന്ദ്രമായ പാട്ടുകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും നന്ദഗോവിന്ദം എത്തിച്ചു. ആർക്കും ആടാനും പാടാനും തോന്നുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയ വേറിട്ട അവതരണമാണ് അവരുടെ വിജയമന്ത്രവും. അതാണ് നന്ദഗോവിന്ദം ഭജൻസ്. തുടക്കം കോട്ടയത്ത് നിന്ന്. 2000 രാജേന്ദ്ര പണിക്കർ കോട്ടയത്ത് തുടക്കം കുറിച്ച ഒരു ചെറിയ ഭജന ഗ്രൂപ്പായിരുന്നു നന്ദഗോവിന്ദം. ഭക്തിയോടുള്ള അടങ്ങാത്ത ആവേശം ആ കൊച്ചു കൂട്ടായ്മയെ കേരളത്തിലെ വലിയ വേദികളിലെത്തിച്ചു. 2014 അവർ അതിരുകൾ കടന്ന് UAE-യിലുമെത്തി. ഡിജിറ്റൽ ലോകത്തെ തരംഗം. 2018 നന്ദഗോവിന്ദം സോഷ്യൽ മീഡിയയിൽ സജീവമായി. ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ ഭജനകളിൽ മനം മയങ്ങി കൂടെ പാടുന്നത്. CTV സരിഗമപ ഫിനാലെ വേദിയിലും മനോരമയിലെ കിടിലം ഷോയിലുമൊക്കെ നന്ദഗോവിന്ദം ആവേശം വിതറി. ഏറ്റവും ഒടുവിൽ 2024 മഴവിൽ മ്യൂസിക് അവാർഡ്സിലും അവർ തിളങ്ങി. ലോകത്തെ കോർത്തിണക്കുന്ന ഭജൻ കണക്ട് സംഗീതം കേൾക്കുക മാത്രമല്ല, ഭക്തരെ ഒരുമിച്ച് ചേർക്കുക കൂടിയാണ് ഇവരുടെ ലക്ഷ്യം. അതിനായി ഭജൻ കണക്ട് എന്ന ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുമായി നന്ദഗോവിന്ദം മുന്നോട്ട് വരുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ആർക്കും ഭജനകളിലൂടെ ലോകമെങ്ങും സമാധാനം പകരുക, ഈ ഒരു ലക്ഷ്യത്തോടെ നന്ദഗോവിന്ദത്തിൻ്റെ യാത്ര തുടരുകയാണ്.